വെൽക്കം ടു മറിയാസ് മെനു. നമ്മളുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു അപ്പറ്റൈസർ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടർ റെസിപ്പി എന്ന് പറയാം. ചിക്കൻ ബ്രെഡ് റോൾസ് ചൈനീസ് സ്റ്റൈൽ. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ക്രിസ്മസിന് ഒരു റെസിപ്പി പോസ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ, മീറ്റ് റോൾസ് എന്ന് പറഞ്ഞ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം ആ ഒരു റെസിപ്പിയുടെ കോൺസെപ്റ്റ് തന്നെയാണ് ഇതും പോകുന്നത്. നമ്മൾ ബ്രെഡ് വെച്ചിട്ടാണ് ഇതിൻ്റെ കവറിങ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഫില്ലിംഗ് ഒരു ചൈനീസ് സ്റ്റൈൽ ഫില്ലിംഗ് ആണ്. നമുക്ക് എല്ലാവർക്കും പൊതുവേ ചൈനീസ് സ്റ്റൈൽ ഫില്ലിങ്ങിനോട് ഒരു ഇഷ്ടം കൂടുതലുണ്ട് അല്ലേ? അപ്പം ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്റ്റാർട്ടറാണ്. ഞാൻ ഇനി പെട്ടെന്നെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കൊച്ചു എല്ലാത്തിനകത്തും കയറി പെട്ടെന്ന് പറയാമെന്ന്. സത്യം പറഞ്ഞാൽ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ്. പിന്നെ അധികം മെനക്കെട്ട പരിപാടിക്ക് ഞാൻ ഇറങ്ങി തിരിക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പെട്ടെന്നുള്ളതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്റ്റാർട്ടറാണ്. ഫില്ലിംഗ് ഉണ്ടാക്കി വെച്ചാൽ അതോടുകൂടി നമ്മുടെ പണി തീർന്നെന്ന് തന്നെ പറയാം. പിന്നെ നമ്മളിത് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്നതിൻ്റെ താമസമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫില്ലിംഗ് 1-2 ദിവസം മുമ്പ് ഉണ്ടാക്കി വെക്കാം. ഇപ്പോൾ നിങ്ങൾ പാർട്ടിക്കായിട്ട് ഈ സ്നാക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ. പിന്നെ ഇത് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഫ്രീസ് ചെയ്യാൻ തോന്നുന്നു. എനിക്കിതുവരെ ഫ്രീസ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. കാരണം ഉണ്ടാക്കുമ്പോൾ അപ്പം തന്നെ ഞാൻ മോസ്റ്റ്ലി ഇത് പാർട്ടീസിനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് അപ്പം തന്നെ തീർന്നും പോയിട്ടുണ്ട്. അത് കാരണം ഞാൻ ഇതുവരെ ഫ്രീസ് ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രീസ് ചെയ്ത് വെക്കാനായിട്ടും പറ്റുമായിരിക്കും. അപ്പോൾ എന്തായാലും പിന്നെന്താ, നമ്മൾ ഈ നൂഡിൽസിനൊക്കെ ഫില്ലിംഗ് ഉണ്ടാക്കത്തില്ലേ? നൂഡിൽസിന് ഫില്ലിംഗ് അല്ല, നൂഡിൽസിന് നമ്മൾ പച്ചക്കറിയും ചിക്കനോ ബീഫൊക്കെ ഇട്ടിട്ട് ഒരു ചൈനീസ് സ്റ്റൈലിൽ ഉണ്ടാക്കത്തില്ലേ? ആ സെയിം ഫില്ലിംഗ് ആണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നമ്മൾ ബ്രെഡിനകത്ത് വെച്ചിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നു. അപ്പോൾ എന്തായാലും ടേസ്റ്റ് കാണാതിരിക്കുമോ? അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് തോന്നും എന്താ പറയുക, എസ്പെഷ്യലി ഇപ്പോൾ ഈ റമദാൻ്റെ സമയത്തൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്കായിരിക്കും. അപ്പം പിന്നില്ലേ, നിങ്ങൾക്ക് ഇതിപ്പോൾ ബ്രെഡിൻ്റെ ഉള്ളിലല്ല, വേണമെങ്കിൽ സമോസ റാപ്പ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്പ്രിംഗ് റോളിൻ്റെ റാപ്പർ ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ചിട്ട് വേണമെങ്കിലും ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏതായാലും വീഡിയോ കണ്ടു നോക്കുക. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചൈനീസ് സ്റ്റൈൽ ചിക്കൻ ബ്രെഡ് റോൾസ് ആണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമേ തന്നെ ചിക്കൻ, ഇതൊരു 1/2 to 3/4 കപ്പ് ചിക്കൻ ആട്ടോ ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് വെച്ച ചിക്കനാണ്. എന്നിട്ട് കൈ കൊണ്ട് ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ ബോൺലെസ് ചിക്കൻ ബ്രെസ്റ്റ് ആണ് ഇത് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ട വെജിറ്റബിൾസ്, ഒരു 1/2 കപ്പ് ക്യാബേജ് നീളത്തിലരിഞ്ഞത്, 1/2 കപ്പ് ക്യാരറ്റ് നീളത്തിലരിഞ്ഞത്, പിന്നെ 1/4 കപ്പ് ഗ്രീൻ ക്യാപ്സിക്കം, അത് ചെറുതായിട്ട് ക്യൂബായിട്ട് വെച്ചിരിക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ക്യാപ്സിക്കം ഇല്ല, റെഡ് ആണ് യെല്ലോ ആണെങ്കിലും അത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഒരു 1/4 കപ്പ് സവോള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, പിന്നെ ഒരു 1-1.5 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 1/2 to 1 tablespoon സോയ് സോസ്, 1/2 tablespoon ചില്ലി സോസ്, 1 ടീസ്പൂൺ വിനീഗർ, സോൾട്ട് ആൻഡ് പെപ്പർ, പിന്നെ ബ്രെഡ് സ്ലൈസസ് ഒരു 8 to 10 ബ്രെഡ് സ്ലൈസസ് ആണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിനനുസരിച്ചിട്ട് നമുക്ക് കൂടുതൽ ബ്രെഡ് സ്ലൈസസ് വേണ്ടി വരും. എങ്കിലും ഒരു 8 to 10 ബ്രെഡ് സ്ലൈസസ് എന്നുള്ള കണക്ക് കൂട്ടാം. ഓക്കെ, പിന്നെ ഇനി ഒരു കാര്യം, നിങ്ങൾക്ക് ഇനി റെഡ് ചില്ലി സോസ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം ഗ്രീൻ ചില്ലി സോസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്കിനി ചിക്കൻ വേണ്ട, വെജിറ്റേറിയൻ ഓപ്ഷൻ ആണെങ്കിൽ അതിന് പകരം മഷ്റൂമോ ബീൻസോ ഒക്കെ സെയിം എമൗണ്ട് ആഡ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് എണ്ണ, ഡീപ്പ് ഫ്രൈ ചെയ്യാനായിട്ടുള്ള എണ്ണ വേണം. ഓക്കെ, അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ചൈനീസ് സ്റ്റൈൽ ചിക്കൻ ബ്രെഡ് റോൾസ് ഉണ്ടാക്കാൻ വേണ്ടത്. ഇനി നമുക്ക് അതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കാം. ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് ആദ്യമേ തന്നെ നമ്മൾ പാനിൽ എണ്ണ ചൂടാക്കി കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1/2 to 1 tablespoon എണ്ണയാട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് എണ്ണ ചൂടായി കഴിയുമ്പം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. സവോളയും വെളുത്തുള്ളി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ബ്രൗൺ ആവണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി. അപ്പോൾ ഇപ്പം ഞാൻ ഏകദേശം ഒരു 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് ഉപ്പും കുരുമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ, നമ്മളിനി ഇതിനകത്തോട്ട് സോയ് സോസും ചില്ലി സോസും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്, ചിക്കൻ ആഡ് ചെയ്യുന്നുണ്ട്. അതിനകത്തെല്ലാം നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം കേട്ടോ. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങളത് മനസ്സിൽ കണക്ക് കൂട്ടിയിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടി ഞാനൊരു 1/4 ടീസ്പൂണാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. നമ്മളിനി ചില്ലി സോസും കൂടെ ആഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ റെഡി ആയി കഴിയുമ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം.
നമ്മൾ പച്ചക്കറിയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഇതൊന്ന് നമുക്ക് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒത്തിരി അങ്ങ് വെന്ത് സോഫ്റ്റായി പോകണ്ട, അതിൻ്റെ ഒരു പച്ചപ്പൊന്ന് മാറി കിട്ടിയാൽ മതി. നമ്മുടെ വെജിറ്റബിൾസ് ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സോയ് സോസും ചില്ലി സോസും വിനീഗറും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു ഏകദേശം ഒരു 5 to 6 minutes ആട്ടോ അടച്ചു വെച്ച് വേവിച്ചത് ചെറിയ തീയിൽ. നമുക്കൊരു 1/2 tablespoon സോയ് സോസ് ആദ്യം ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ ലാസ്റ്റ് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കാം. ചില്ലി സോസ്, വിനാഗിരി, ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ മിക്സിനകത്ത് ഇപ്പോൾ ചിക്കൻ സത്യം പറഞ്ഞാൽ കുറച്ച് അധികം ഉണ്ട്. ഞാനൊരു 3/4 കപ്പ് ചിക്കൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് അത്രയും ചിക്കൻ വേണ്ട, ചിക്കനും വെജിറ്റബിൾസും ഒരേ ലെവലിൽ മതിയെങ്കിൽ നിങ്ങളൊരു 1/2 കപ്പ് ചിക്കൻ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. സോ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഫില്ലിംഗ് റെഡി ആയി കഴിയുമ്പോൾ നിങ്ങൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കൂടുതൽ ഉപ്പോ പെപ്പറോ സോയ് സോസോ വിനാഗിരിയോ എന്തെങ്കിലും വേണം നോക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പെർഫെക്റ്റ് ബാലൻസ് വരണം, ഉപ്പിൻ്റെയും എരിവിൻ്റെയും വിനാഗിരിയുടെയും സോയ് സോസിൻ്റെ ഒക്കെ. അപ്പം അതെന്തെങ്കിലും വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, ഇതിൻ്റെ കറക്റ്റ് ബാലൻസ് ആണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ 1/2 tablespoon സോയ് സോസ് ഞാൻ ആഡ് ചെയ്തുള്ളൂ, അത് മതി ഈ ക്വാണ്ടിറ്റിക്ക്. അപ്പോൾ ഞാൻ ഇനീഷ്യലി 1/2 to 1 tablespoon എന്ന് പറഞ്ഞിരുന്നു, പക്ഷെ നമുക്ക് 1 tablespoon വേണ്ട, 1/2 tablespoon സോയ് സോസ് യൂസ് ചെയ്താൽ മതി. ഇനി ഈ ഫില്ലിംഗ് നമുക്ക് തണുക്കാൻ വെക്കാം. എന്നിട്ട് ഒന്ന് ചൂടാറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത് ബ്രെഡിനകത്ത് ഫില്ല് ചെയ്യാം. നമ്മുടെ ഫില്ലിംഗ് ഇപ്പോൾ തണുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്കത് ബ്രെഡിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ആദ്യമേ തന്നെ ഈ ബ്രെഡ് പീസസിൻ്റെ അരികെ നമുക്ക് മുറിച്ച് വെക്കണേ. അതിൻ്റെ ക്രസ്റ്റ് നമ്മൾ റിമൂവ് ചെയ്യണം. ഓക്കെ, നമ്മളിപ്പോൾ ബ്രെഡിൻ്റെ ക്രസ്റ്റ് റിമൂവ് ചെയ്തു 4 സൈഡിലെയും. ഇനി നമുക്ക് ഈ ചപ്പാത്തി റോളർ വെച്ചിട്ട് ഇതൊന്ന് നല്ല തിന്നായിട്ട് പരത്തി കൊടുക്കാം. വേണമെങ്കിൽ ഒരു ശകലം വെള്ളം തളിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ഡ്രൈ ആയിപ്പോന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ കുറച്ച് നേരം മുമ്പ് ബ്രെഡ് എടുത്ത് പുറത്ത് വെച്ചാൽ അതൊന്നും കുറച്ച് ഡ്രൈ ആയി. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ലേശം വെള്ളം തളിച്ചിട്ട് ഒന്ന് പരത്തി കൊടുത്താൽ മതി. അപ്പം ഓരോ സ്ലൈസും ഇങ്ങനെ നമ്മൾ ക്രസ്റ്റ് റിമൂവ് ചെയ്തിട്ട് പരത്തിയെടുക്കണം. ഇത് നമ്മൾ നന്നായിട്ട് പരത്തി കഴിഞ്ഞിട്ട് ഓരോ പീസിൻ്റെയും 4 സൈഡിൽ നമ്മളൊന്ന് വെള്ളം നനച്ചു കൊടുക്കണേ. കൈ വെച്ചിട്ട് ഒരു ശകലം വെള്ളം ഇങ്ങനെ നനച്ചു കൊടുത്താൽ മതി. ഇത് നമ്മൾ ഫില്ലിംഗ് വെച്ച് കഴിഞ്ഞിട്ട് ഇത് സീൽ ചെയ്യുമ്പോഴത്തേക്കും നല്ല ടൈറ്റായിട്ട് സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് നനച്ചു കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ 4 സൈഡ് നന്നായിട്ട് നനച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഫില്ലിംഗ് വെക്കാം. ഇതിപ്പോൾ ഞാൻ ഏകദേശം 1 ടീസ്പൂൺ നിറച്ച് ഇതിനകത്ത് ഫില്ലിംഗ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഫില്ല് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒത്തിരി ഫില്ല് ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ ഇത് വറക്കുമ്പോഴത്തേക്കും പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം ജസ്റ്റ് നിങ്ങളുടെ ബ്രെഡിൻ്റെ സ്ലൈസിനനുസരിച്ചിട്ട് സ്ലൈസിൻ്റെ സൈസ് അനുസരിച്ചിട്ട് വേണം ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് എല്ലാ സൈഡും ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇനി ബാക്കി പീസസിലും കൂടെ നമുക്ക് ഫില്ല് ചെയ്ത് എടുക്കാം ബ്രെഡിൻ്റെ. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബ്രെഡ് പീസസ് ഇല്ലേ, അത് നമ്മൾ ഒരു നനഞ്ഞ തുണിയോ അല്ലെങ്കിൽ ഒരു നനഞ്ഞ ടിഷ്യൂ പേപ്പറോ വെച്ചിട്ടോ ഒന്ന് ജസ്റ്റ് കവർ ചെയ്ത് വെക്കുക. ഇത് ഡ്രൈ ആയി പോവാതിരിക്കാനായിട്ട്, ആ ബ്രെഡിൻ്റെ അത് ഡ്രൈ ആയി പോവാതിരിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ നനഞ്ഞ തുണി വെച്ച് കവർ ചെയ്യുന്നത്. സോ നമ്മൾ ബ്രെഡിനകത്ത് ഫില്ലിംഗ് എല്ലാം വെച്ച് റെഡിയായി. ഇപ്പം ഞാൻ ഇനീഷ്യലി പറഞ്ഞ മാതിരി നമുക്കൊരു 8 പീസസിനുള്ള ഫില്ലിംഗ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ 6 ഉള്ളൂ, ഞാൻ 2 അപ്പുറത്ത് മാറ്റി വെച്ചിരിക്കുക. സോ നിങ്ങളുടെ ബ്രെഡിൻ്റെ സ്ലൈസിൻ്റെ സൈസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് 8 or 10 ബ്രെഡ് പീസസിനുള്ള ഫില്ലിംഗ് ഈ ക്വാണ്ടിറ്റി വെച്ച് കിട്ടും. ഇനി നമുക്ക് ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം.
ഇനി നമുക്ക് ഈ ബ്രെഡ് റോൾസ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിവിടെ ഡീപ്പ് ഫ്രൈ ആട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം ഈ ബ്രെഡ് റോൾസ് മുങ്ങിക്കിടക്കുന്ന അത്രയും എണ്ണ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന പാത്രത്തിന്റെ അനുസരിച്ചിട്ട് ഈ ബ്രെഡ് റോൾസ് മുങ്ങിക്കിടക്കുന്ന അത്രയും എണ്ണ നിങ്ങൾ ഒഴിച്ചു കൊടുക്കണം. ഈ എണ്ണ ഇപ്പോൾ ഞാനൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് ചൂടാക്കുന്നത്. എന്നിട്ട് എണ്ണ നല്ലതായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒന്ന് തീ കുറച്ച് കൊടുത്തിട്ട് നമുക്ക് ബ്രെഡ് റോൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ എണ്ണ അത്യാവശ്യം നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ബ്രെഡ് പീസസ് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇനി ഇതിനകത്ത് ഒന്നും പ്രത്യേകിച്ച് കുക്ക് ആവാനില്ല, കാരണം നമ്മുടെ ഫില്ലിംഗ് ഓൾറെഡി കുക്ക്ഡ് ആയതാണ്. അപ്പോൾ ഈ ബ്രെഡിന്റെ കളർ ഒന്ന് ജസ്റ്റ് മാറി കിട്ടിയാൽ മതി, രണ്ട് സൈഡും ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടിയാൽ മതി. അപ്പോൾ അത്രയും ഒന്ന് നമ്മൾ വറുത്തെടുത്താൽ മതി. ഇതിപ്പം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റിയേക്കാം. അപ്പോൾ ഇതുപോലെ ഇനി ബാക്കി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് നമുക്ക് വറുത്തെടുക്കാം. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വറുക്കുമ്പോഴത്തേക്കും ഈ പാനിന്റെ സൈസിനനുസരിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. ഇത് ഓവർ ക്രൗഡ് ചെയ്യാനായിട്ട് പാടില്ല. നിറഞ്ഞു കിടക്കുകയാണെങ്കിൽ അതിന്റെ എണ്ണയുടെ ചൂട് കുറയും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ പാനിന്റെ വലുപ്പത്തിനനുസരിച്ച് വേണം നിങ്ങൾ ബ്രെഡ് പീസസ് ഇട്ട് കൊടുക്കാനായിട്ട്. ചിക്കൻ ബ്രെഡ് റോൾസ് ചൈനീസ് സ്റ്റൈൽ റെഡി ആയിട്ടുണ്ട്. ഞാനതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് ഇപ്പോൾ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഇത് സ്വീറ്റ് ചില്ലി സോസിൻ്റെയും കെച്ചപ്പിൻ്റെയും കൂട്ടത്തിലാണ് സെർവ് ചെയ്യാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി കെച്ചപ്പിനകത്ത് കുറച്ച് ചില്ലി സോസും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു ചെറിയൊരു സ്പൈസിനെസ്സിന് വേണമെങ്കിൽ അങ്ങനെയും സെർവ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങളിത് കണ്ടല്ലോ അല്ലേ, നല്ല എളുപ്പത്തിലല്ലേ നമ്മൾ ഉണ്ടാക്കിയ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് തന്നെ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു പാർട്ടിക്ക് സ്റ്റാർട്ടറായിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ വെജിറ്റേറിയൻസും കൂടെ ഉള്ള പാർട്ടി ആണെങ്കിൽ നിങ്ങൾ ചിക്കൻ ഇടുന്നതിന് മുമ്പ് മാറ്റി വെച്ചാൽ മതി. അപ്പം ഒറ്റയടിക്ക് വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഉള്ള ഒരു പാർട്ടി അപ്പറ്റൈസറായി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫില്ലിംഗ് 1-2 ദിവസം മുമ്പ് ഉണ്ടാക്കി ഫ്രിഡ്ജിനകത്ത് വെക്കാം. എന്നിട്ട് ആ പാർട്ടിയുടെ അന്ന് വേണമെങ്കിൽ അസംബിൾ ചെയ്തിട്ട് വറുത്തെടുത്താൽ മതി. ഇനിയിപ്പം പാർട്ടിയുടെ അന്ന് തന്നെ വേണമെങ്കിൽ രാവിലെ ഇത് റെഡിയാക്കി വെച്ചിട്ട് ഒരു പാത്രത്തിനകത്തോട്ട് വെച്ചിട്ട് ഒരു നനഞ്ഞ തുണി വെച്ച് ഇതൊന്ന് കവർ ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത് ഡ്രൈ ആവത്തില്ല. എന്നിട്ട് പാർട്ടിയുടെ സമയമാകുമ്പോൾ നിങ്ങൾ വറുത്തെടുത്താൽ മതി. ഇതാട്ടോ മുറിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കുന്നത്. അതിൻ്റെ ഫില്ലിംഗ് എല്ലാം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കല്ലേ. എന്തായാലും പറ്റുകയാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കമൻസും ഒക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.